നമ്മൾ കയറുകയില്ല, നമ്മൾ പഠിക്കുകയില്ല. ഇതിനൊരു പരിഹാരം കടന്നുവരെ സമരം തുടരുകയും ചെയ്യും, സമരം തീർക്കുകയും ചെയ്യും. 5 ആവശ്യങ്ങൾ അവർ അംഗീകരിച്ചിട്ടുണ്ട്. അത് കൗൺസിൽ കൂടിയാണ് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അത് പ്രിൻസിപ്പൽ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുന്ന തീരുമാനമല്ല. പ്രതിനിധികൾ അങ്ങോട്ട് പോയ എന്താണ് നടക്കണേന്ന് നമുക്ക് പറയാൻ പറ്റൂല. കാരണം ഇത് മാനേജ്മെന്റിന്റെ തീരുമാനമാണ്. നമ്മൾ അകത്തു പോകുമ്പോൾ അവർ വേറെ വല്ലതും ആയിരിക്കും പറയുന്നത്. സെക്രട്ടറിയെ സൂചി വിളിക്കുകയാണ് വിദ്യാർത്ഥികൾ. സൂചി വിളിച്ചാണ് അദ്ദേഹത്തെ ഈ ക്യാമ്പസിനകത്തേക്ക് കടക്കാൻ ഇവർ അനുവദിക്കുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ കയറുകയില്ല, നമ്മൾ പഠിക്കുകയില്ല. ഇതിനൊരു പരിഹാരം കടന്നുവരെ സമരം തുടരുകയും ചെയ്യും, സമരം തീർക്കുകയും ചെയ്യും. കാരണം അക്കൗണ്ടബിലിറ്റിയുടെ പ്രശ്നമാണിത്, വേറെ ഒന്നിന്റെ പ്രശ്നമല്ല. പോസ്റ്റ്മോർട്ടം നടപടി കഴിയുന്നവരെ നമ്മൾ മിർച്ചി മറുപടി പേര് പോലും പറഞ്ഞില്ല. ആ മര്യാദ നമ്മൾ കാണിച്ചു, ആ മര്യാദ ഇവരാരും കാണിച്ചിട്ടില്ല. അപ്പൊ മിർച്ചി മറുപടി നീതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും, ഒരു പ്രസ് മീറ്റ് വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും, ഒരു പബ്ലിക് അസംബ്ലി വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും, ഇതിന്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും സമരം തുടരുക തന്നെ ചെയ്യും.
ക്ലാസ് റെഗുലർ ക്ലാസ് അവർ വെച്ചിക്കണേ. അവർ ഫസ്റ്റ് ഇയേഴ്സ് വേണ്ടിയുള്ള ക്ലാസ് അവർ പുതിയ സ്റ്റുഡൻസ് ആയിരുന്നു. അവർ ഫസ്റ്റ് ക്ലാസ് ആണെന്ന് അവരെ മുന്നിൽ പേര് പോകണമെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടിയിട്ട് ക്ലാസ് മുഴുവൻ സസ്പെൻഡ് ചെയ്തു. ഇന്നലെ ഹോസ്റ്റലിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ മുഴുവൻ അവരെ ഒഴിപ്പിച്ച് വിട്ടും. അതേപോലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് വെച്ചാൽ അവിടെ പേര് ഇനി കളരുന്ന രീതിയിൽ ഫസ്റ്റ് ഇയേഴ്സിനെ മുഴുവൻ അവർ പിരിച്ചുവിടാൻ ചെയ്തിരുന്നത്. അല്ലാതെ നമ്മുടെ സൈഡിലേക്ക് ഒരു വാക്കുകൾ പറഞ്ഞില്ല. നേരെ രാത്രി അതേപോലെ ഒരു മിഡ് നൈറ്റ് ഒരു ചാറ്റ് ജിപിയുടെ പോസ്റ്റ് സാധനമാണ് ഒരു പ്രോപ്പർ ലെറ്റർ ഹെഡോ അല്ലെങ്കിൽ ഒന്നില്ലാതെ ഇട്ടത്. സർക്കുലർ ഇറക്കിയ കാര്യം നിങ്ങളെ അറിയിച്ചിട്ടുണ്ടോ? ഇങ്ങനെ സർക്കുലർ വന്ന കാര്യം നിങ്ങൾക്ക് ഔദ്യോഗികമായി അറിയിപ്പ് കിട്ടിയതാണോ? ഔദ്യോഗികമായി പറയുമ്പോൾ നമ്മൾ ക്ലാസ് ഗ്രൂപ്പിലേക്ക് വന്നിക്കണേ. ഇതെല്ലാം സാധാരണ നമ്മൾ ഓണം സെലിബ്രേഷൻ വരെ ആണെങ്കിൽ വരെ ഒരു പ്രോപ്പർ ലെറ്റർ ഹെഡ് ഫോർവേഡ് എഫ് പറയുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് ഒന്നും പാലിക്കാതെ വെറും ഒരു ടെക്സ്റ്റിൽ സാഹിത്യ പ്രിൻസിപ്പൾ ഒപ്പിട്ടതല്ലാതെ ഒരു പ്രോപ്പർ നോട്ടീസ് ഫോർമാറ്റ് അവർ ഇട്ടിട്ടില്ല. പ്രിൻസിപ്പൾ സീലോ ഓഫീസ് സീലോ ഒന്നുമില്ല. വെറും പ്രിൻസിപ്പൾ ഒപ്പ് മാത്രമാണ് അവർ അതിലിട്ടത്. അത് ഡേറ്റ് ഇട്ടത് മെഞ്ഞാന്ത ഡേറ്റ് ആയിരുന്നു. ഇന്നലെ ഇട്ടത് മെഞ്ഞാന്ത ഡേറ്റിലുള്ള സാധനം. അതൊന്നൊരു പ്രോപ്പർ ഫോർമാറ്റ് രീതിയിലല്ല. ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് അവർ ഓണം പരിപാടിക്ക് ഒരു വലിയ ഫോർമാറ്റ് അടിക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ മാത്രം ചെറുതായിട്ട് കാണുന്നുള്ള നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവർ 15-ാം തീയതി മീറ്റിംഗ് കൂടിയിട്ട് ഇവരെ പ്രതിനിധികളുമായിട്ട് സംസാരിച്ചതാണത്. ഈ സംസാരിച്ചതിന്റെ വെളിച്ചത്തിൽ ഇവരുടെ 5 ആവശ്യങ്ങളും അംഗീകരിച്ചാണ് 16-ാം തീയതി അംഗീകരിച്ച ലെറ്റർ ഹെഡിൽ ഇവരുടെ പേരൻസിനും ഈ കുട്ടികൾക്കും മീഡിയയ്ക്കും അയച്ചു തന്നിട്ടുണ്ട്. അവർ പറഞ്ഞ 5 ആവശ്യങ്ങളും നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട് 16-ാം തീയതി. ഇന്നലെ പൂർണ്ണമായി അംഗീകരിച്ചിട്ടുണ്ട്. അതിന്റെ 5 ആവശ്യങ്ങൾ അവർ അംഗീകരിച്ചിട്ടുണ്ട്. അത് കൗൺസിൽ കൂടിയാണ് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അത് പ്രിൻസിപ്പൾ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുന്ന തീരുമാനമല്ല. ആ കൗൺസിലിൽ കൂടി നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് അത് നമ്മൾ പിള്ളേരെ അറിയിക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ 17-ാം തീയതി ഇന്നലെ അവധി ആയതുകൊണ്ടാണ് ഇത് ഇവർക്ക് ഇന്നലെ കൊടുക്കാൻ പറ്റാണ്ടിരുന്നത്. ഇന്ന് കണ്ടോണൻസ് മീറ്റിംഗ് കഴിഞ്ഞ് ഇവർക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യാനിരുന്നപ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നേക്കുന്നത്. സമരം ചെയ്യാൻ വിടാതെ ചർച്ചയ്ക്ക് തയ്യാറാണ്. നമ്മളിപ്പോഴും തയ്യാറാണ്. അവരോട് വരാൻ പറഞ്ഞ് അവർ പരസ്യമായിട്ട് ഇവിടെ വന്ന് സംസാരിക്കും. മഴയത്ത് സംസാരിക്കാൻ പറ്റുന്നതാണോ? നമ്മൾ ചർച്ച അവർ 10 പേര് പ്രതിനിധികൾ നമ്മൾ സംസാരിക്കാൻ തയ്യാറാണ്. പ്രതിനിധികളുമായി ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അവർ സമ്മതിക്കാണ്ടല്ലേ? മാനേജ്മെന്റ് പ്രതിനിധികളോട് സംസാരിക്കാൻ അവര് തയ്യാറാവണ്ടേ? അവര് പറഞ്ഞ 5 ആവശ്യങ്ങൾ നമ്മൾ അംഗീകരിച്ചതാണ്. ചർച്ചയ്ക്ക് തയ്യാറാവും. നമ്മൾ ഉദ്ദേശിക്കുന്ന ആകെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുമായിട്ട് ഇന്നും സംസാരിക്കാം. സ്റ്റുഡൻസ് എല്ലാവരും ഉണ്ടാവും. എല്ലാവരോടും കൂടി ഞങ്ങൾ 10 ആൾക്കാർ കൂടിയ സാധനമല്ല ഇത്. 10 ആൾക്കാർ മാത്രമായിട്ട് കൂടിയ സാധനമല്ല. എല്ലാ സ്റ്റുഡൻസും കൂടെ കൂടിയതാ. എല്ലാരും കൂടെ കൂടിയ സംഭവങ്ങളാണ്. അതുകൊണ്ട് എല്ലാരും കൂടെ പറഞ്ഞാൽ മതി പറഞ്ഞത്. അപ്പോഴാണ് ഇവര് പറഞ്ഞത് അത് നടപടി ആവില്ല എന്നുള്ള കാര്യം. അതാണ് ഞങ്ങൾ ആവശ്യം. ആവശ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കാം. ഓരോ പാരന്റ്സിന് കോമ്പൻസേഷൻ കൊടുക്കണം. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പൊ ഓരോരുത്തർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മളുണ്ടെങ്കിൽ എന്താ പറയാ ഇതിനു മുമ്പേ തീർത്തില്ലേ, പാരന്റ്സിന് മെസ്സേജ് അയച്ചില്ല എന്നുള്ളത് ഓരെന്ന് പറയുന്നത്. നമ്മൾ അതിനല്ല വന്ന് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കുറെ 1.5 മാസങ്ങളായിട്ട് ഇതിന്റെ പിന്നാലെ നടക്കുന്നതാ. ആ സമയത്തൊക്കെ മാനേജ്മെന്റ് ആൾക്കാർ മോക്ക് ചെയ്ത് ഇവിടെ ചെയ്ത കുട്ടികളെ ഓട്ടോണോമസ് എന്താ അറിയോ KT എന്താ അറിയോ വെച്ചിട്ട് മോക്ക് ചെയ്ത് ഇവിടെ ഈവന്തോ കഴിഞ്ഞ വെള്ളിയാഴ്ച പോലും കുട്ടികളെ പോയി സംസാരിച്ചത് അതിനെ പറ്റിയിട്ട്. അപ്പൊ പോലും ചോദിച്ചത് അതിനുള്ള ഓടി വരണ്ട് കുട്ടികളുടെ അടുത്ത്. ഇത് പറഞ്ഞിട്ട് നമ്മൾ വിട്ട ഈ മെസ്സേജ് ഒക്കെ ആ ചെക്കൻ കണ്ടിട്ടുമുണ്ട്. ഈ വെള്ളിയാഴ്ച ചെക്കൻ ഇവരൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ഈ ചെക്കനെ കണ്ടിട്ടുമുണ്ട് ഈ മെസ്സേജ് ഒക്കെ. ഇത് ഇവർക്ക് അന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ 150 ആൾക്കാരെ കൗൺസിൽ ദൂരെടുക്കുന്ന തീരുമാനമാണ്. അതൊരു ചെക്കന്റെ മരണം കഴിഞ്ഞപ്പോൾ 1 ദിവസം കൊണ്ട് ഇവർ ചെയ്ത് തീർത്തു. എന്ത് ഇതാളതില് ഇപ്പോ നിങ്ങളുടെ ഡിമാൻഡ് എന്താ? ഇവർ ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. നിങ്ങളുടെ പ്രതിനിധികളുമായി ചർച്ച ചെയ്യാമെന്നാണ് പറയുന്നത്. അതിന് തയ്യാറാണോ? ഞങ്ങൾ പ്രതിനിധി പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന ആൾക്കാർ പ്രതിനിധി പറഞ്ഞിട്ട് ഇറക്കിയതല്ല. സ്റ്റുഡൻസ് മൊത്തത്തിൽ ഇറങ്ങിയതാ. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും കൂടി പറയട്ടെ എന്നുള്ളതാണ് ഞങ്ങളിത്. പബ്ലിക് മീഡിയയുടെ മുമ്പിൽ ഒന്ന് പറയട്ടെ. എല്ലാവരും മുമ്പിലും നമ്മളാരും മാനേജ്മെന്റ് ഇവിടെ വന്ന് നിങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കണമെന്നാണ് ആവശ്യം. മാനേജ്മെന്റ് ഇവിടെ വന്ന് നിങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കണമെന്നാണ് ആവശ്യം. അതാണ് ആവശ്യം. എല്ലാം ഞങ്ങൾ പറയുന്ന ഡിമാൻഡ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കണം അവര്. കാരണം ഇങ്ങനെ ഒരാളെ അതായത് ഇപ്പോൾ ഈ നിങ്ങൾക്ക് പറഞ്ഞ സർക്കുലറിൽ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, മാനേജ്മെന്റ് അംഗീകരിച്ചെന്ന് പറയുന്ന കാര്യങ്ങൾ, അത് നിങ്ങളോട് ഇവിടെ വന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചാൽ നിങ്ങളുടെ സമരം അവസാനിക്കും. അതല്ല ഇത് ഞാൻ പറഞ്ഞില്ല 1.5 മാസമായിട്ട് ഇത് മാറണം എന്നുള്ള രീതിയിൽ നമ്മൾ ഇറങ്ങിയിരിക്കാനില്ല. ജസ്റ്റിസ് ഫോർ മറ്റേ ചെക്കൻ എന്ന് പറയുന്ന അത് മിച്ചിക്ക് എന്ന് അറിയുന്ന സമയത്ത് എന്താ പറയുക നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്, അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കുക. കാരണം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് ഒരു കുട്ടീനെ മരണം കാരണം എടുക്കുന്ന തീരുമാനം എടുക്കുന്ന മാനേജ്മെന്റ് നമുക്ക് വേണ്ട. അതാണ് ഞങ്ങൾ പറയുന്നത്. വിദ്യാർത്ഥിയുടെ മരണത്തിനിടയാക്കിയ ആളുകൾക്കെതിരെ നടപടി വേണമെന്നതാണ് ആവശ്യം. കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം. അതിലുള്ള നടപടിയും വേണം. പോലീസ് കേസെടുത്തതല്ലേ? യൂണിവേഴ്സിറ്റിയിലെ ഭാഗത്തുനിന്നും കേസ് പോകുന്നുണ്ട്. ശക്തമാക്കണം എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഈ മാനേജ്മെന്റ് വരേണ്ട വ്യത്യാസങ്ങൾ യൂണിവേഴ്സിറ്റി അന്വേഷിച്ച് അതിൽ മാറ്റം വരുത്തണം. ഇത്രയും നാളായിട്ട് 1.5 മാസമായിട്ട് ഇതിന് പുറകെ നടന്നിട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഇതിനെ ചോദിച്ചിട്ടും ഇതിനെന്താ ഇവര് പറഞ്ഞത്? ഇപ്പൊ ഈ സമരം അവസാനിപ്പിക്കണമെങ്കിൽ എന്താണ് നിങ്ങളുടെ ഡിമാൻഡ്? എന്താണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കുക. അതിനുള്ള ആൾക്കാർ
എന്താ പറയുക കേസിനേഷനും വേണം, കുട്ടികൾക്ക് അല്ല പേരൻസിന് കോമ്പൻസേഷൻ കൊടുക്കണം. ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണല്ലോ നിങ്ങളുടെ പ്രതിനിധിയെ മാനേജ്മെന്റ് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണല്ലോ മാനേജ്മെന്റ് പ്രതിനിധികളെ വിളിക്കുന്നത്. ഞങ്ങളൊരു പെറ്റീഷൻ എഴുതിയിട്ടുണ്ട്. ആ പെറ്റീഷനിൽ ഉള്ള കാര്യങ്ങൾ മാനേജ്മെന്റ് ഭാഗത്തുനിന്ന് അത് സൈൻ ചെയ്ത് സീൽ ചെയ്ത് വരണം. അതിന് പുറമെ മീഡിയനെ അഡ്രസ് ചെയ്ത് ഇവര് അപ്പോളജി പറഞ്ഞ് ഇവരുടെ ഭാഗത്ത് തെറ്റ് ക്ലിയർ ചെയ്യണം. അതായത് നിങ്ങളുടെ പ്രതിനിധികൾ ആരും ചർച്ചയ്ക്ക് പോകാൻ തയ്യാറല്ല. എല്ലാവരും ഒന്നിച്ചു പ്രതിനിധി ആൾക്കാരല്ല, എല്ലാവരും ഒറ്റ പ്രതിനിധിയായിട്ട് നമ്മൾ നിൽക്കുന്നത്. അതുവരെ നടപടി സ്വീകരിക്കുന്നവരെ, പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം ഉണ്ടായി നടപടി സ്വീകരിക്കുന്നത് വരെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് ആരൊക്കെയാണ് ഇത് തെറ്റ് പറ്റിയത് അവരൊക്കെ മാറി നിൽക്കണം, പോസ്റ്റിൽ നിന്ന് മാറി നിൽക്കണം. അത് കഴിഞ്ഞ് അന്വേഷണം മതി. അന്വേഷണം ഇതിന് എത്ര ലാഗാവും ഞങ്ങൾക്ക് അറിയാം. അതുവരെ ഇവിടെ ക്ലാസ് എടുത്ത് പഠിപ്പിക്കുന്നതിന് നിൽക്കാൻ ഞങ്ങൾക്ക് വയ്യ. ഇവർ ഈ പറയാൻ തോന്നുന്ന അവസ്ഥ ഇത്തരം കാലം നിന്നതിന്റെ ഉണ്ടെന്ന് പറഞ്ഞതിന്റെ പേടിയാണ് ഇവർ ഇത്രയും ഞങ്ങളെ പുറത്തിട്ട് പൂട്ടി. വിദ്യാർത്ഥികളോട് ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഗേറ്റ് പൂട്ടിയിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമേ ഉള്ളൂ ഇതിൽ, അല്ലാണ്ട് പുറത്തുനിന്ന് ഒരു രീതിയിലുള്ള ഇതുമില്ല. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഗേറ്റിന്റെ ഉള്ളിൽ കയറ്റാത്തതിന് ഇവിടെ വന്ന സെക്രട്ടറിയും പ്രിൻസിപ്പാളും വന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കാണ്ട് ഈ സമരം തീരൂല. നമ്മളൊരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ആ പെറ്റീഷൻ പബ്ലിക്കലി ഇവിടെ വന്ന് വായിച്ച് അതിൽ ഒപ്പിട്ട് വേണം നമുക്ക് ജസ്റ്റിസ് കിട്ടത്തുള്ളൂ. വെറുതെ ഗ്രൂപ്പിൽ വന്നിട്ട് ഇതുപോലെ മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ ഫോർവേഡ് ആയിട്ടുള്ള മെസ്സേജ് അയച്ചിട്ട് അത് കുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ടും അതുപോലെ അങ്ങനെ ഒരു ഇത് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. പ്രോപ്പർ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ വേണം, അക്കൗണ്ടബിലിറ്റി അവരെ ഏറ്റെടുക്കണം. പിന്നെ ഒഫീഷ്യൽ ഈ HOD പ്രിൻസിപ്പൽ FA ഇതിന് ആരൊക്കെയാണോ റെസ്പോൺസിബിൾ അവരെ താൽക്കാലികമായിട്ട് ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണം. ബേസിക് അക്കൗണ്ടബിലിറ്റി അവരെടുക്കണം. അതാണ് ഞങ്ങളുടെ പ്രൈമറി ആവശ്യം എന്ന് പറയുന്നത്. അതിൽ പെറ്റീഷനിൽ നമ്മളുടെ ആവശ്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. അത് അവർ പബ്ലിക്കലി ഇവിടെ വന്ന് വായിച്ച് ഒപ്പിടണം. അല്ലാതെ 5 പേര് കൂടി മീറ്റിംഗ് കൂടിയിട്ടോ ഒന്നും പറ്റത്തില്ല. ഇവിടെ വന്ന് ഇത്ര ഇഷ്യൂ ആയതാണ്, ഇവിടെ വന്ന് പബ്ലിക്കലി അവരത് വായിച്ച് പറയണം. ഇത്രയും വിദ്യാർത്ഥികളുടെ ഇടയിൽ വന്നൊരു ചർച്ച പോസിബിൾ ആണോ? നിങ്ങളുടെ പ്രതിനിധികൾ അങ്ങോട്ട് പോയി ഒരു ചർച്ച നടത്തുന്നതല്ലേ നല്ലത്? പ്രതിനിധികൾ അങ്ങോട്ട് പോയി എന്താണ് നടക്കണേന്ന് നമുക്ക് പറയാൻ പറ്റൂല. കാരണം ഇത് മാനേജ്മെന്റിന്റെ തീരുമാനമാണ്. നമ്മൾ അകത്ത് പോകുമ്പോൾ അവർ വേറെ വല്ലതും ആയിരിക്കും പറയുന്നത്. അതിനെക്കാട്ടി നമുക്ക് ട്രാൻസ്പെറന്റ് ആയിട്ട് മീഡിയ ഇടപെട്ട കേസാണ്. മീഡിയയുടെ പ്രസൻസിൽ മതി ഞങ്ങൾക്ക്. അവർക്ക് വായിച്ചു നോക്കി അവർക്ക് സൈൻ ഇടാം. ഞങ്ങൾക്ക് അങ്ങനെ മതി. ഞങ്ങൾക്ക് അത് പറ്റില്ല. പിന്നെ അവർ വരിക, വായിച്ചു നോക്കുക, സൈൻ ചെയ്യുക. നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങോട്ടൊന്നും ഉണ്ടാവില്ല. അവർ വന്ന് വായിച്ച് മീഡിയയുടെ പ്രസൻസിൽ വേണം ഇത് ചെയ്യാൻ. ഞങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് ഉറപ്പില്ല. ഞങ്ങൾ 5 പേര് അകത്ത് പോയിട്ട് അങ്ങനെ ചെയ്താൽ ഞങ്ങൾക്ക് നീതി കിട്ടുമോ ഞങ്ങൾക്ക് ഉറപ്പില്ല. ഇതിനു മുമ്പ് ഇത്തരം ചർച്ചകൾ നടന്നിട്ടുണ്ടോ ഈ വിഷയത്തിൽ? ഉണ്ട്. അപ്പോഴൊന്നും 1.5 മാസം കൊണ്ട് നടക്കുന്ന ചർച്ചയാണ്. 1.5 മാസമായിട്ട് ഇവിടെ കയറി ഇറങ്ങാത്ത കുട്ടികളെ ആ ഇയർബാക്കിലെ 20 പേരും കയറി ഇറങ്ങിയിട്ട് അവരെ ചുമ്മാ ഹരാസ് ചെയ്ത് അവരെ വെറുതെ അവരുടെ അവകാശങ്ങളോ ഒന്ന് കേൾക്കാൻ പോലും തയ്യാറാകാതെ ചുമ്മാ അവരെ വെറുതെ അവരോട് അവര് ഹറാസ് ചെയ്തിട്ട് പൈസ ഉള്ളവർ പഠിച്ചാൽ മതി, അല്ലാത്തവർ പോവൂ, അങ്ങനെയൊക്കെ പറഞ്ഞു. അതൊക്കെ എന്താണ്? ഇങ്ങനെ അല്ലല്ലോ ഞങ്ങളുടെ പാരന്റ്സുമായിട്ട് ഇവിടെ വന്നത്. ഇവർ ഇതുപോലെ അല്ലല്ലോ പ്രോമിസ് ചെയ്തത് ഞങ്ങളോട്. 1.5 മാസം കൊണ്ട് ഇവര് ഇത്രയും ഓടിയിട്ട് എടുക്കാൻ പറ്റാത്ത തീരുമാനം 5 മണിക്കൂറിനുള്ളിൽ ഇന്നലെ രാത്രിക്കുള്ളിൽ എങ്ങനെ എന്ത് ബേസിസിലാണ് ഇവർ തീരുമാനം എടുത്തത്? ഒരു കുട്ടിയുടെ ജീവൻ പോണം ഇവർക്ക് ഇങ്ങനെ. ഒരു കുട്ടിയുടെ മരണം നടന്നപ്പോൾ എളുപ്പം എടുക്കാൻ പറ്റിയ തീരുമാനം എന്തുകൊണ്ട് അതിന് മുമ്പ് പറ്റിയില്ല?